ഒരു 5 വർഷം പുറകോട്ടൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്ന് നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന എത്രയോ ഡിജിറ്റൽ ഉപകരണങ്ങൾ അന്ന് നമ്മുടെ ചിന്തകളിൽ പോലും ഇല്ലാത്തതായിരുന്നു. അടുത്ത 5 വർഷം കൊണ്ട് ഈ ലോകം അതിവേഗം 2 വിഭാഗമായി മാറും. ഒന്ന്, സാങ്കേതിക വിദ്യയെ പേടിച്ച് മാറി നിൽക്കുന്നവർ. 2, അതിനെ സ്വന്തം വളർച്ചയ്ക്കായി ഉപയോഗിക്കുന്നവർ. നിങ്ങൾ ഇതിൽ ഏത് വിഭാഗത്തിലായിരിക്കും? മാറ്റങ്ങൾ എപ്പോഴും പെട്ടെന്നാണ് സംഭവിക്കുന്നത്. കമ്പ്യൂട്ടറുകളും ഇന്റർനെറ്റുകളും വന്നപ്പോൾ ആദ്യം നമ്മളിൽ പലരും അതിനെ സംശയത്തോടെയാണ് കണ്ടത്. എന്നാൽ ഇന്ന് അവയില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. നമ്മൾ അറിയാതെ തന്നെ ചരിത്രം ആവർത്തിക്കുകയാണ്. ഇത്തവണ അതിന്റെ പേര് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നാണ്. പലരും വിചാരിക്കുന്നത് AI എന്നാൽ മനുഷ്യനെ മാറ്റാൻ പോകുന്ന വലിയ റോബോട്ടുകളോ യന്ത്രങ്ങളോ ആണെന്നാണ്. അല്ല, AI എന്നത് നിങ്ങളുടെ ചിന്തകളെ വികസിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു പുതിയ ഭാഷയാണ്, ഒരു പുതിയ കഴിവാണ്. ഇത് നിങ്ങളെ ഒരു വിദഗ്ധനാക്കാനുള്ള വീഡിയോ അല്ല. പകരം AI എന്ന സാങ്കേതിക വിദ്യയെ ഭയത്തോടെ അല്ലാതെ വലിയൊരു പ്രതീക്ഷയോടെ കാണാൻ നിങ്ങളെ പ്രാപ്തരാക്കുക എന്നതാണ് ഈ സീരീസിന്റെ ലക്ഷ്യം. AI മനുഷ്യനെ മാറ്റാനല്ല വന്നത്, മനുഷ്യന്റെ കഴിവുകളെ 100 മടങ്ങ് വർദ്ധിപ്പിക്കാനാണ് വന്നത്. എന്നാൽ ഇത് നിങ്ങളുടെ ജോലിയെ ബാധിക്കുമോ? നിങ്ങളുടെ വരുമാനത്തെ ബാധിക്കുമോ? നാളെ രാവിലെ നിങ്ങൾ ഓഫീസിലെത്തുമ്പോൾ നിങ്ങളുടെ കസേരയിൽ മറ്റൊരാൾ ഇരിക്കുകയാണ്. ഭയപ്പെടേണ്ട. ലോകത്തിന്റെ പല കോണുകളിലും ഇന്നത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഇരിക്കുന്നത് ഒരു മനുഷ്യനല്ല, ഒരു AI ടൂളാണ്. അപ്പോൾ AI നിങ്ങളുടെ ജോലി എടുത്തു കളയുമോ? ഇല്ല. പക്ഷേ AI ഉപയോഗിക്കാൻ പഠിച്ച ഒരാൾ നിങ്ങളുടെ ജോലി വളരെ വേഗത്തിൽ കൃത്യതയോടുകൂടി ചെയ്തു തീർക്കും. ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ ഒരു സാധാരണ അക്കൗണ്ടന്റിന് 3 മണിക്കൂർ വേണമെങ്കിൽ AI ഉപയോഗിക്കുന്നയാൾ അത് 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കും. ഒരു ഗ്രാഫിക് ഡിസൈനർ ദിവസങ്ങളോളം എടുക്കുന്ന ആശയങ്ങൾ AI മിനിറ്റുകൾക്കുള്ളിൽ നൽകും. ഇവിടെ ജയിക്കുന്നത് കൂടുതൽ ബുദ്ധിയുള്ളവനല്ല, മാറാൻ തയ്യാറായവനാണ്. സാങ്കേതിക വിദ്യ വളരുമ്പോൾ ഇത് എന്റെ ജോലി കളയുമോ എന്നല്ല ചോദിക്കേണ്ടത്. ഇത് ഉപയോഗിച്ച് എനിക്ക് എങ്ങനെ എന്റെ ജോലിയിൽ വളരാം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സമയം ലാഭിക്കാൻ AI സഹായിക്കുമ്പോൾ ആ സമയം പുതിയ ക്രിയേറ്റീവ് ചിന്തകൾക്കായി മാറ്റിവെക്കാൻ കഴിയും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിങ്ങളുടെ ജോലി എടുക്കില്ല, പക്ഷേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്ന മറ്റൊരു മനുഷ്യൻ നിങ്ങളുടെ ജോലി എടുത്തേക്കാം. ഈ മാറ്റം നമ്മുടെ കുട്ടികളെ എങ്ങനെ ബാധിക്കും? നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ മകൾ ഇന്ന് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 1-ലോ 5-ലോ? അവരൊരു ജോലിക്ക് പോകുന്നത് 2035-ലോ 2040-ലോ ആയിരിക്കും. ആ ലോകത്തെക്കുറിച്ച് നമുക്ക് ഇന്ന് എന്തറിയാം? നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് നമ്മൾ ജീവിച്ച ഭൂതകാലത്തിന് വേണ്ടിയാണോ അതോ അവർ ജീവിക്കാൻ പോകുന്ന ഭാവിക്ക് വേണ്ടിയാണ്? ഭാവിയിൽ കാര്യങ്ങൾ കാണാതെ പഠിച്ച് പരീക്ഷ എഴുതുന്ന കുട്ടികൾക്കായിരിക്കില്ല വില. കാരണം വിവരങ്ങൾ നൽകാൻ ഇന്ന് വിരൽ തുമ്പിൽ AI ഉണ്ട്. ശരിയായ ചോദ്യങ്ങൾ ചോദിക്കാൻ അറിയുക, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുക, പുതിയ സാഹചര്യങ്ങളോട് വേഗത്തിൽ പൊരുത്തപ്പെടാൻ കഴിയുക തുടങ്ങിയ ശേഷിയുള്ള കുട്ടികളായിരിക്കും ഇനി വരുന്ന കാലങ്ങളിൽ കൂടുതൽ പ്രാധാന്യം. മാതാപിതാക്കൾ ചെയ്യേണ്ടത് കുട്ടികളിൽ നിന്നും മൊബൈലും ടെക്നോളജിയും പൂർണ്ണമായി ഒളിപ്പിച്ചു വെക്കുകയല്ല, അതിനെ എങ്ങനെ അറിവിനായി ശരിയായി ഉപയോഗിക്കാം എന്ന് പഠിപ്പിക്കുകയാണ്. മാർക്കിനൊപ്പം അവരുടെ ചിന്താശേഷിയും വളർത്തുക. ഭാവിയെ പ്രവചിക്കാൻ നമുക്ക് കഴിയില്ല, പക്ഷേ ഭാവിക്കായി കുട്ടികളെ തയ്യാറാക്കാൻ നമുക്ക് കഴിയും. അങ്ങനെയെങ്കിൽ അധ്യാപകരുടെ പങ്ക് എന്താണ്? പല അധ്യാപകരും ചോദിക്കാറുണ്ട്, AI വന്നാൽ ജോലി പോകുമോ? എന്നാൽ മറുപടി ഇതാണ്: ഒരു സോഫ്റ്റ്വെയറിനും ഒരിക്കലും പകരം വെക്കാൻ കഴിയാത്ത ഒരു സൂപ്പർ പവർ അധ്യാപകർക്കുണ്ട്. ഒരു കുട്ടിയുടെ കണ്ണിലേക്ക് നോക്കി അവന് ആത്മവിശ്വാസം നൽകാൻ, അവന്റെ വിഷമങ്ങൾ മനസ്സിലാക്കാൻ ഒരു AIക്കും കഴിയില്ല. വിദ്യാഭ്യാസത്തിന്റെ ഹൃദയം ഈ മനുഷ്യബന്ധമാണ്. AIക്ക് വിവരങ്ങൾ തരാൻ കഴിയും, എന്നാൽ അധ്യാപകർക്ക് മാത്രമേ മൂല്യങ്ങളും പ്രചോദനവും നൽകാൻ കഴിയൂ. അധ്യാപകർ ദിവസവും മണിക്കൂറുകൾ ചിലവഴിക്കുന്ന ലെസൺ പ്ലാനുകൾ, ക്വസ്റ്റ്യൻ പേപ്പറുകൾ എന്നിവ തയ്യാറാക്കാൻ AI ഉപയോഗിക്കാം. അവിടെ ലാഭിക്കുന്ന സമയം കുട്ടികളോട് സംസാരിക്കാനും അവരെ വ്യക്തിപരമായി ശ്രദ്ധിക്കാനും ഉപയോഗിക്കാം. AI അധ്യാപകനെ മാറ്റില്ല, അധ്യാപകന് കൂടുതൽ സമയം നൽകുകയാണ് ചെയ്യുന്നത്. ഭാവിയിലെ മികച്ച അധ്യാപകർ സാങ്കേതിക വിദ്യയെ കൂടെ കൂട്ടുന്നവർ മാത്രമായിരിക്കും എന്ന് വേണമെങ്കിൽ നമുക്ക് അടിവരയിട്ട് പറയാൻ കഴിയും. AI ഉപയോഗിക്കാൻ അധ്യാപകർ പഠിക്കേണ്ടത് തന്നെയുണ്ട്. കാലത്തിന്റെ പുറകോട്ട് പോക്കിൽ നമ്മുടെ പേര് എഴുതി ചേർക്കാതിരിക്കാൻ AI നമുക്കും കൂട്ടുപിടിക്കാം. നമ്മൾ ഈ പറയുന്ന AIയോട് നമുക്ക് എങ്ങനെയാണ് സംസാരിക്കേണ്ടത്?
ഒരേ AI ടൂൾ ഒരേ സമയം രണ്ടാളുകൾ ഉപയോഗിക്കുന്നു. ഒരാൾ പറയുന്നു ഇത് അത്ഭുതമാണ്, മറ്റേയാൾ പറയുന്നു ഇതിൽ വലിയ കാര്യമൊന്നുമില്ലെന്ന്. ഇവിടെ പ്രശ്നം എയുടേതല്ല, അവർ ചോദ്യം ചോദിച്ച രീതിയുടേതാണ്. AI ലോകത്ത് ഏറ്റവും വിലപിടിപ്പുള്ള ഒരു കഴിവിനെയാണ് പ്രോംപ്റ്റിംഗ് എന്ന് വിളിക്കുന്നത്. അതായത് എയോട് ശരിയായ രീതിയിൽ സംസാരിക്കാനുള്ള കഴിവ്. നിങ്ങൾ വെറുതെ എനിക്കൊരു പ്രസംഗം എഴുതി തരൂ എന്ന് ചോദിച്ചാൽ ഒരു സാധാരണ മറുപടി കിട്ടും. എന്നാൽ 5ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ ഒരു കഥ ഉൾപ്പെടുത്തി 5 മിനിറ്റുള്ള മലയാള പ്രസംഗം വേണം എന്ന് ചോദിച്ചാൽ ഫലം തികച്ചും വ്യത്യസ്തമായിരിക്കും. വ്യക്തതയുള്ള ചോദ്യങ്ങൾ വ്യക്തതയുള്ള ഉത്തരങ്ങൾ നൽകും. നിങ്ങൾ ആരാണെന്നും നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നും കൃത്യമായി എയോട് പറയുക. ഇത് ബിസിനസ്സിലും പഠനത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ചോദിക്കുന്ന കലയാണ് പ്രോംപ്റ്റിംഗ്. ശരി, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പണവും സമയവും ലാഭിക്കാൻ ഇതെങ്ങനെ സഹായിക്കും? AI എന്നത് IT ജീവനക്കാർക്കോ വലിയ പഠിപ്പുള്ളവർക്കോ മാത്രമുള്ളതാണോ? അല്ല. നിങ്ങളുടെ വീട്ടിലെ അടുക്കളയിൽ എന്തുണ്ടാക്കണമെന്ന് തീരുമാനിക്കുന്നത് മുതൽ നിങ്ങളുടെ മാസ ബഡ്ജറ്റ് തയ്യാറാക്കാൻ വരെ AIക്ക് സാധിക്കും. ഫ്രിഡ്ജിൽ ബാക്കിയുള്ള 3-4 സാധനങ്ങളുടെ പേര് നൽകി ഇത് വെച്ച് എന്ത് വിഭവം ഉണ്ടാക്കാം എന്ന് നിങ്ങൾക്ക് AIയോട് ചോദിക്കാം. ഓഫീസിലേക്ക് അയക്കേണ്ട ഇംഗ്ലീഷ് മെയിലുകൾ തെറ്റില്ലാതെ മാറ്റാം. ഒരു യാത്ര പോകുമ്പോൾ കുറഞ്ഞ ചെലവിൽ പ്ലാൻ തയ്യാറാക്കാം. ഒരു പേഴ്സണൽ അസിസ്റ്റന്റ് ആയി ഇതിനെ നമുക്ക് മാറ്റാം. ഇതിന് വലിയ സാങ്കേതിക അറിവ് വേണ്ട. നിങ്ങളുടെ സ്വന്തം ഭാഷയിൽ ചോദിച്ചാൽ മതി. നിങ്ങളുടെ സമയവും അധ്വാനവും ഒരേപോലെ ലാഭിക്കാം. ഇത്രയും നല്ല വശങ്ങളുള്ള AIക്ക് ചില അപകടങ്ങളുമുണ്ട്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആ ഇരുണ്ട വശം എന്താണ്? നിങ്ങളുടെ അമ്മയോ സുഹൃത്തോ ഫോണിൽ വിളിച്ച് വലിയൊരു അപകടത്തിൽപ്പെട്ടിരിക്കുകയാണെന്നും പെട്ടെന്ന് പണം വേണമെന്നും ആവശ്യപ്പെടുന്നു. നിങ്ങൾ പണം അയക്കുന്നു. പക്ഷേ പിന്നീട് അറിയുന്നു ആ വിളിച്ചത് നിങ്ങളുടെ സുഹൃത്തല്ല, സുഹൃത്തിന്റെ ശബ്ദം അനുകരിച്ച ഒരു AI ടൂളായിരുന്നു എന്ന്. ഇന്നൊരാളുടെ ചിത്രമോ ശബ്ദമോ വ്യാജമായി നിർമ്മിക്കാൻ AIക്ക് കഴിയും. അതുപോലെ തന്നെ AI നൽകുന്ന എല്ലാ വിവരങ്ങളും 100% ശരിയാകണമെന്നില്ല. അതിന് തെറ്റുകൾ പറ്റാം. കൂടാതെ നിങ്ങളുടെ ബാങ്ക് വിവരങ്ങളോ വ്യക്തിഗത പാസ്വേഡുകളോ ഒരിക്കലും ഇത്തരം ടൂളുകളിൽ പങ്കുവെക്കരുത്. സാങ്കേതിക വിദ്യ വളരുമ്പോൾ നമ്മുടെ ജാഗ്രതയും വളരണം. കാണുന്നതെല്ലാം കണ്ണടച്ച് വിശ്വസിക്കരുത്. ഉറവിടം പരിശോധിക്കുക, സ്വകാര്യത സംരക്ഷിക്കുക. AI കാലത്ത് ഏറ്റവും വലിയ കഴിവ് സത്യം തിരിച്ചറിയലാണ്. ക്രിയേറ്റിവിറ്റിയും AIയും തമ്മിലുള്ള മത്സരത്തെ കുറിച്ച് സംസാരിക്കും. 1 മിനിറ്റ് കൊണ്ട് അതിമനോഹരമായ ഒരു ചിത്രം വരയ്ക്കാൻ, ഒരു പാട്ടിന് ഈണം നൽകാൻ, ഒരു കഥ എഴുതാൻ ഇന്ന് AIക്ക് കഴിയും. അങ്ങനെയെങ്കിൽ മനുഷ്യന്റെ സർഗാത്മകതയ്ക്ക് ഇനി എന്താണ് പ്രസക്തി? AIക്ക് നിലവിലുള്ള വിവരങ്ങളെ വെച്ച് കാര്യങ്ങൾ പുനഃസൃഷ്ടിക്കാൻ മാത്രമേ കഴിയൂ. എന്നാൽ ഒരു മനുഷ്യന്റെ യഥാർത്ഥ അനുഭവങ്ങൾ, വികാരങ്ങൾ, തനതായ ചിന്തകൾ എന്നിവ നൽകാൻ അതിനാവില്ല. മികച്ച കലാകാരന്മാർ AIയെ തങ്ങളുടെ ശത്രുവായി കാണുന്നില്ല, മറിച്ച് ആശയങ്ങൾ വേഗത്തിൽ കണ്ടെത്താനുള്ള ഒരു സഹായിയായി കാണുന്നു. ടെക്നോളജി എത്ര വളർന്നാലും നിങ്ങളുടെ ഉള്ളിലെ തനതായ ക്രിയേറ്റിവിറ്റിയെ തൊടാൻ അതിനാവില്ല. അതിനെ കൂടുതൽ ഭംഗിയാക്കാൻ AI ഉപയോഗിക്കുകയും ചെയ്യാം. യന്ത്രത്തിന്റെ ബുദ്ധിയും മനുഷ്യന്റെ വിവേകവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? AIക്ക് നമ്മളെക്കാൾ കൂടുതൽ വിവരങ്ങൾ അറിയുമായിരിക്കാം, വേഗത്തിൽ കണക്ക് കൂട്ടാൻ കഴിഞ്ഞേക്കാം. പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ സൂപ്പർ കമ്പ്യൂട്ടറിന് പോലും ഇല്ലാത്ത ചിലത് ഒരു സാധാരണ മനുഷ്യനുണ്ട്. എന്താണെന്നറിയുമോ? വിവേകം, വികാരം, പിന്നെ മനസാക്ഷി. ഒരു ബിസിനസ്സിൽ ശരിയായ തീരുമാനമെടുക്കാൻ, സഹജീവികളോട് കരുണ കാണിക്കാൻ, ധാർമ്മികതയോടെ ജീവിക്കാൻ മനുഷ്യന് മാത്രമേ കഴിയൂ. AI ഒരു മികച്ച ഉപകരണമാണ്. എന്നാൽ തീരുമാനങ്ങൾ എടുക്കേണ്ട യജമാനൻ എപ്പോഴും മനുഷ്യൻ തന്നെയാണ്. നമ്മൾ യന്ത്രങ്ങളെ പോലെ ചിന്തിക്കാതിരുന്നാൽ മതി. നമ്മുടെ മനുഷ്യത്വം തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി. ബുദ്ധി യന്ത്രത്തിന് വിട്ടുകൊടുക്കാം, വിവേകം നമ്മളിൽ സൂക്ഷിക്കാം. ഈ 2 കാര്യങ്ങളും ചേരുമ്പോൾ ഭാവി സുരക്ഷിതമാകും. ഭാവിയെക്കുറിച്ചും AI-യെക്കുറിച്ചും ചില കാര്യങ്ങൾ സംസാരിച്ചു. പക്ഷേ ഈ സീരീസിന്റെ യഥാർത്ഥ വിഷയം AI ആയിരുന്നില്ല, അത് നിങ്ങളായിരുന്നു, നിങ്ങളുടെ വളർച്ചയായിരുന്നു. മാറ്റങ്ങൾ ഒരു ദിവസം കൊണ്ട് പെട്ടെന്നുണ്ടാകില്ല. ഇന്ന് നിങ്ങൾ എടുക്കുന്ന ചെറിയ തീരുമാനങ്ങളാണ് നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഒരു 30 ദിവസത്തെ ചലഞ്ചിലേക്ക് ക്ഷണിക്കുകയാണ്. ദിവസവും വെറും 20 മിനിറ്റ് എങ്കിലും ഒരു AI ടൂൾ പുതുതായി പഠിക്കാൻ മാറ്റിവെക്കുക. 1 മാസം കഴിയുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം എത്രത്തോളം ഉയരുമെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം. ഭാവിയെ ഓർത്ത് ഭയപ്പെടേണ്ടതില്ല.
പഠിക്കാൻ തയ്യാറുള്ള മനുഷ്യർക്ക് മുന്നിൽ ലോകം എപ്പോഴും വാതിൽ തുറന്നിടും. ചരിത്രം എപ്പോഴും പഠിക്കാൻ തയ്യാറായവർക്കൊപ്പമാണ്. നിങ്ങൾ ഭാവിയെ കാത്തിരിക്കുന്ന ആളാകണോ അതോ ഭാവിക്കായി തയ്യാറെടുക്കുന്ന ആളാകണോ എന്ന് ഇന്ന് തീരുമാനിക്കുക. ഞാൻ സലീം മാലിക്. ഇത് പ്രൊജക്ട് ഫ്യൂച്ചർ. ഇതൊരു അവസാനമല്ല, പുതിയൊരു തുടക്കമാണ്. നന്ദി.